ഹലോ ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളിന്ന് മാൽഡീവ്സിലെ ഒരു പാർക്കിൻ്റെ വീഡിയോ ആണ്. ഇന്ന് ഞാനും ആദ്യം കൂടാണ് പോയത്. അപ്പോൾ നമുക്ക് പാർക്കിലെ കാഴ്ചകൾ കാണാം. ഈ പാർക്കെന്ന് പറയുന്നത് ഒരു വ്യത്യസ്തമായിട്ട് അലങ്കരിച്ച് വെച്ചേക്കുന്ന വൃക്ഷങ്ങൾ അല്ലെങ്കിൽ ചെടികൾ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ നാട്ടിലെ തൊടികളിലൊക്കെ കാണുന്ന ചെടികളാണ് അവരിവിടെ സെറ്റപ്പ് ആക്കി വെച്ചിരിക്കുന്നത്. എന്നിട്ട് ഒരു അരുവി പോലെ അവർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിനകത്ത് കുറേ നല്ല മത്സ്യങ്ങളെ പിടിച്ചിട്ടിരിക്കുകയാണ്. ഡിഫറെൻറ്റ് കളറിലുള്ള മത്സ്യങ്ങളെ നമുക്കിവിടെ കാണാൻ പറ്റും. കണ്ടോ, ഈ ചെടികളൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ തോടുകളിലൊക്കെ കാണുന്ന ചെടികളാണ്. പക്ഷേ അവർ വെട്ടി വൃത്തിയാക്കി ഭംഗിയാക്കിയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്നവർക്കൊക്കെ നമുക്ക് ഈ തോടിൻ്റെ സൗണ്ടൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഇതൊരു കുട്ടികൾക്ക് കളിക്കാനുള്ളൊരു പ്ലേസ് അതെ. അതിപ്പോൾ വർക്കിംഗ് അല്ല, അപ്പോൾ നമ്മളത് ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. നമ്മൾ അക്കൊക്കെ കളിക്കുന്ന സ്ഥലമാണ് കേട്ടോ. നമുക്ക് നമ്മൾ കൊച്ചിലെ അക്കൊക്കെ കളിക്കത്തില്ല, അത് അവർ വരച്ചിട്ടേക്കാണ് ഇവിടുത്തെ പിള്ളേർക്ക് വന്ന് കളിക്കാൻ വേണ്ടിയിട്ട്. ഇത് കടലാസ് പൂവാണേ. ത്തിലുള്ള പ്ലാസ്റ്റിക് പൂവാണ് വെട്ടി 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 നിർത്തിയൊക്കെയാണ്. ഇനി അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഊഞ്ഞാലാണ്. റൗണ്ട്സ്, അതായത് സർക്കിൾ ഊഞ്ഞാലെന്ന് പറയും. നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ പേര് സജസ്റ്റ് ചെയ്യുക. ഇതിനകത്തൊരു നാടുമ്പോൾ നല്ല രസമാണ്, നമുക്ക് നല്ല കുളിർമ കിട്ടും. നമുക്ക് ചിലവരിവിടെ വന്നിരുന്ന് റീഡ് ചെയ്ത് ഊഞ്ഞാലാടാറുണ്ട്. ഇത് രാത്രിയാകുമ്പോൾ പലതരത്തിലുള്ള വർണ്ണങ്ങളാൽ ലൈറ്റിങ് അവർ അറേഞ്ച് ചെയ്യും. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു, നമ്മുടെ തൊട്ടാവാടിയാണ്. ഒരു വൃക്ഷം അവർ ചുമ്മാ ഇങ്ങനെ നിർത്തിയൊക്കെയാണ് ആ വൃക്ഷത്തിന് ചുറ്റും. ഇനി നമ്മൾ പാർക്കിലെ അടുത്തൊരു സെക്ഷനിലേക്കാണ് പോകുന്നത്. ഇതെന്ന് പറയുന്നത് ചെറിയ ചെറിയ കല്യാണങ്ങൾ ഇവിടെ നടത്താറുണ്ട്. ഗ്രൂമും അല്ലെങ്കിൽ ബ്രൈഡും കൂടെ വരുന്ന ഏരിയയാണിത്. അല്ലെങ്കിൽ ചെറിയ ചെറിയ മീറ്റിംഗ് ഇവിടെ കണ്ടക്ട് ചെയ്യാറുണ്ട്. അതിനുള്ള ഓഡിയൻസിനുള്ള പ്ലേസ്, സ്റ്റേജ് എല്ലാം അവർ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുകയാണ്. ഇവിടെ ലൈറ്റൊക്കെ ഇട്ട് നല്ല കല്യാണങ്ങൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാലും നമുക്ക് വളരെ റിലാക്സ്ഡ് ആണ്. നല്ല സ്റ്റേജ് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു റൂമുണ്ട്, അത് അവരുടെ ഗ്രൂമിന്, ബ്രൈഡിന് അല്ലെങ്കിൽ റെഡിയാകാനുള്ള റൂം എല്ലാവരും ഒരുക്കി കൊടുത്തിട്ടുണ്ട്. നമ്മൾ പേ ചെയ്യണം, എന്നിട്ട് നമുക്കിവിടെ വെഡ്ഡിങ് കണ്ടക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ അവിടെ അവിടെ ഒരു നല്ലൊരു വൃക്ഷമുണ്ട്. ഒരു റിച്ച് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്ന വിധത്തിലാണ് അവരിതും അത് സെറ്റപ്പ് ആക്കി വെച്ചേക്കുന്നത്. ഗവൺമെൻറ്റിന് അവർ ഇത്ര പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് മീറ്റിങ്സ് അല്ലെങ്കിൽ കുറച്ച് കുഞ്ഞു പരിപാടികളൊക്കെ നമുക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത സെക്ഷനിലേക്കാണ് പോകുന്നത്. ഇവിടെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അവർ ഇരിക്കാനുള്ള ചെയേഴ്സ് അവിടെ കീപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്ക് ഈ ചെടികളുടെയൊക്കെ ഇടയ്ക്ക് നമുക്ക് വന്ന് റിലാക്സ് ചെയ്യാൻ പറ്റും. ഈ കുട്ടികൾ അല്ലെങ്കിൽ വർക്ക് ഹോളിക്കായിട്ടുള്ള ആൾക്കാരൊക്കെ വർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ വന്ന് കുറച്ച് റിലാക്സേഷന് വേണ്ടിയിട്ട് അവർ വന്ന് ഇവിടെ ഇരിക്കാറുണ്ട്. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു, നമ്മുടെ നാട്ടിലെ മുളച്ചെടിയാണിത്. അത് അവർ വെട്ടി നിർത്തിയൊക്കെയാണ്. ഒരു എൻവയോൺമെൻറ്റൽ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ബാക്ക് സൈഡാണ്, ഇവിടെ കൂടെയും ആൾക്കാർക്ക് കയറി വരാവുന്നതാണ്. ഇത് ഒരു എൻട്രൻസ് ആണ്, ബാക്ക് സൈഡിലെ എൻട്രൻസ് ആണ്. അപ്പുറത്ത് കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ചെറിയ പാർക്ക് പോലുണ്ട്. അവിടെ കുറച്ച് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കളിക്കാനുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊരു കൂടാരത്തിനകത്ത് നമുക്ക് വേണമെങ്കിൽ ചെറിയ അന്താക്ഷരിയൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് നമുക്കിരിക്കാം കേട്ടോ. നമ്മുടെ നാട്ടുകാരാണ്, നമ്മൾ അന്താക്ഷരിയൊക്കെ കളിക്കും. ബട്ട് സ്റ്റിൽ ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ ഒരുപാട് ആൾക്കാരെയും കൊണ്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിലും നമുക്കിവിടെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കഥകൾ പറയാനൊക്കെ ആയിട്ട് ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വൃക്ഷത്തിൻ്റെ കാര്യമാണ് മുമ്പ് ഞാൻ പറയാൻ വന്നത്. ഇത് അവർ ചുമ്മാ നിർത്തിയേക്കുകയാണ്, അവർ കട്ട് ചെയ്ത് നിർത്തിയേക്കുകയാണ്. ഇത് ഒടിഞ്ഞു പോകത്തൊന്നുമില്ല. അവരതിനനുസരിച്ചുള്ള എല്ലാ സെറ്റപ്പും അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അറേഞ്ച്മെൻറ്റ്സ് അവരോട് ചെയ്യാറുണ്ട്. പിന്നെ ഇത് ലൂപ്പ് പോലാണ് ഇതിനകത്ത് വഴികളൊക്കെ എന്ന് പറഞ്ഞത് കേട്ടോ. ഒരുതരം ലൂപ്പ് പോലാണ് ഇവിടെ വഴികളൊക്കെ അവർ വെട്ടിവെച്ചേക്കുന്നത്. പിന്നെ ഇത് കണ്ടല്ലോ നിങ്ങൾ, തോടാണ്, ആർട്ടിഫിഷ്യലായിട്ടുള്ളൊരു തോട് അവിടെ ക്രിയേറ്റ് ചെയ്യണം. അതിനകത്ത് പലതരത്തിലുള്ള മത്സ്യങ്ങളുണ്ട്. കണ്ടോ, ആ മത്സ്യം പോകുന്ന പോക്കുണ്ടോ? പല നിറത്തിലുള്ളതാണ് കേട്ടോ. ഇതിന് നമുക്ക് കഴിക്കാനൊന്നും പറ്റത്തില്ല. അവർ ജസ്റ്റ് ഫോർ വിഷണറി അല്ലെങ്കിൽ ടൂറിസ്റ്റ് അട്രാക്ഷന് വേണ്ടിയിട്ട് അവർ കീപ്പ് ചെയ്തേക്കുന്ന മത്സ്യങ്ങളാണ്. അതിനനുസരിച്ചുള്ള ഫുഡൊക്കെ അവർ തന്നെ കൊടുക്കും. പിന്നെ ചെറിയൊരു ബ്രിഡ്ജ് അവരവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം.